കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റീകോയിൽ കയറാൻ വേണ്ടി മാത്രമാണ് ഞാൻ വണ്ടർലയിൽ വന്നത്. പേടിയുണ്ടെങ്കിലേ റീകോയിൽ കണ്ടതും പേടിച്ച കിളി പോയി. റീകോയിൽ കയറാനുള്ള ധൈര്യം അവനില്ലാന്നും അവൻ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ പോയി. പക്ഷെ അവിടെ വെച്ച് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് ഇന്ദുവിനെ കണ്ടു. അങ്ങനെ ഞാനും ഇന്ദുവും കൂടി റീകോയിൽ കയറി. റീകോയിൽ എക്സ്പീരിയൻസ് ഒരു രക്ഷയിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് ഈ റൈഡിലായിരുന്നു. ഇതിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പെട്ടെന്നൊരു ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാതെ ഭയങ്കര വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. ഈ റൈഡിൽ ഇന്ദു കയറി, പക്ഷെ ഞാൻ കയറിയില്ല. എനിക്ക് നല്ല തലവേദന എടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും എനിക്ക് മറ്റ് റൈഡുകളിൽ കയറാനുള്ളതുകൊണ്ടും ഞാനത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ കയറിയത് അവിടുത്തെ ജയന്റ് വീലിലായി. തൃശ്ശൂർ എക്സിബിഷനിലെ ജയന്റ് വീലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ല. ബാക്കി എല്ലാ റൈഡുകളിലും കയറാൻ ധൈര്യം കാണിച്ച ഇന്ദുവിന് ജയന്റ് വീലിൽ കയറിയപ്പോൾ ഒന്ന് പതറി. ഇന്ദുവിന് ഹൈറ്റ് പേടിയാ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കയറിയത് ഈ റൈഡില്ല. ഇതിൽ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ റൈഡ് അത് ഞാൻ ഒന്നൊന്നര പേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എയറിൽ നമ്മൾ തലകുത്തി നിൽക്കുക. അപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയി തോന്നണം. പിന്നെ കയറിയത് ഈ കാറിലായിരുന്നു. 2 മിനിറ്റ് തെച്ച് ഓടിക്കുമ്പോഴേക്കും അത് അവർ നിർത്തി. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ച് വാട്ടർ റൈഡിൽ ഇറങ്ങി. ഫോൺ നനയും എന്നുള്ള കാരണമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫോൺ ലോക്കറിൽ വെച്ച് പൂട്ടിയായിരുന്നു. ലാൻഡ് റൈഡിൽ കയറി കൊതി തീരാത്തതുകൊണ്ട് തന്നെ വാട്ടർ റൈഡിന് ശേഷം ഒരു റൗണ്ട് കൂടി ഞങ്ങൾ എല്ലാ ലാൻഡ് റൈഡിലും കയറിയായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കുളിച്ച് ഫ്രഷായി ഒരു ചായയും കുടിച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ നാളെ കാണാം.